പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും പ്രോഗ്രാം പഠിക്കാനായിട്ട് തയ്യാറായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെയൊക്കെ ഏറ്റവും ബേസിക് ലാംഗ്വേജ് ആയിട്ടുള്ള സി പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു കമ്പൈലറിൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇപ്പം ഭൂരിഭാഗം ആൾക്കാരും സ്മാർട്ട് ഫോൺ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾ വെറുതെ ഒന്നും ചെയ്യേണ്ട. അതായത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സി പ്രോഗ്രാമിംഗ് കമ്പൈലർ എന്ന് വെറുതെ ഒന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ അവൈലബിൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് കോഡിംഗ് സി ദ ഓഫ്ലൈൻ സി ലാംഗ്വേജ് കമ്പൈലർ എന്നാണ്. ഇത് ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന ആപ്പിൻ്റെ ഇൻ്റർഫേസ്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് ഒരു കോഡ് കാണാനായിട്ട് പറ്റും. അതായത് പ്രോഗ്രാമിംഗ് കോഡ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യ അക്ഷരം കുറിക്കുന്നത് ഹലോ വേൾഡ് എന്നൊരു വേർഡ് നമ്മുടെ ഡിസ്പ്ലേയിൽ കൺസോളിൽ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നതായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കോഡാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. #include_stdio.h എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് മുകളിൽ റൺ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ഞെക്കി ഈ കോഡ് റൺ ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ ഈ ഒരു കമ്പൈലർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ മെനു എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കോഡ് സേവ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയുന്നത് കോഡിംഗ് പഠിക്കാനായിട്ട് നിങ്ങൾ മിക്കവർക്കും ലാപ്ടോപ്പ് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓഫ്ലൈനായിട്ട് ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സോഫ്റ്റ്വെയർ എന്തോ ആവട്ടെ, അതായത് നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിൻഡോസ് ആവട്ടെ, അതും അല്ലെങ്കിൽ മാക് ആവട്ടെ, ലിനക്സ് ആവട്ടെ, എന്തോ ആയിക്കോട്ടെ, ഈ സോഫ്റ്റ്വെയർസിലെല്ലാം തന്നെ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെല്ലാം തന്നെ വർക്ക് ചെയ്യുന്ന ഓൺലൈനായിട്ടുള്ള സി കമ്പൈലേഴ്സിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു കമ്പൈലേഴ്സിൽ നമ്മൾ ഏറ്റവും അവസാനം പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഒരു കമ്പൈലറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാംസ് ഒരു ക്ലൗഡ് സ്പേസിൽ സ്റ്റോർ ആയിട്ട് കിടക്കും. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിസിറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അങ്ങനെ ഒരു കിഡിലൻ കമ്പൈലറാണ് നമ്മൾ ലാസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഏത് സി കമ്പൈലർ സംഭവമാണെങ്കിലും മതി ഈ ഒരു കോഡൊക്കെ ചെയ്ത് നോക്കാനായിട്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കോഡ് ചെയ്യാനായിട്ടുള്ളൊരു ഇൻ്റർഫേസ് നമുക്ക് കിട്ടുന്ന കുറച്ച് കമ്പൈലേഴ്സ് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ programmist.com ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്കിനി ലാപ്ടോപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ക്രോമിലും അല്ലെങ്കിൽ ഗൂഗിൾ ഉപയോഗിച്ചോ ഈ ഒരു വെബ്സൈറ്റിലൊക്കെ കയറി പ്രോഗ്രാം കോഡ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് programmist.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ പ്രോഗ്രാമിസ്റ്റ് ലേൺസ് ടു കോഡ് ഫോർ ഫ്രീ എന്നുള്ളതിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് സി ഓൺലൈൻ കമ്പൈലറിലേക്ക് വരാം. നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ആദ്യം ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു വെബ്സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇതേ രീതിക്ക് ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഇൻ്റർഫേസിൽ ഒട്ടനവധി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സപ്പോർട്ടാണ്. പൈത്തൺ പ്രോഗ്രാമിംഗ്, സി പ്രോഗ്രാമിംഗ്, ജാവ പ്രോഗ്രാമിംഗ്, ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ്, അങ്ങനെ ഒട്ടനവധി ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് സി പ്രോഗ്രാമാണ്. അതിനായിട്ട് നമ്മൾ സി പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഓൺലൈൻ കമ്പൈലർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ആ ഒരു ഓൺലൈൻ കമ്പൈലർ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിക്കൊരു സെക്ഷനായിരിക്കും ലഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫുൾ സ്ക്രീൻ ആക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സിയുടെ എന്ത് പ്രോഗ്രാം വേണമെങ്കിലും ഇവിടുന്ന് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പൈത്തൺ ആണ് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ പൈത്തൺ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സി ആണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾക്ക് സി പ്രോഗ്രാം ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഡാർക്കിഷ് അപ്പിയറൻസ് ഇഷ്ടമല്ലാത്തവർക്ക് ഇവിടെ ഒരു സൂര്യൻ്റെ കണക്കൊരു പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ അത് ഡാർക്ക് മോഡ് മാറി ഇതുപോലെ ലൈറ്റ് സ്ക്രീൻ വരും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തിരികെ ഡാർക്ക് മോഡിലേക്ക് പോകാം. നിങ്ങളുടെ കണ്ണിന് പ്രോഗ്രാമിംഗ് ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ കണ്ണിന് എപ്പോഴും നല്ലത് ഈ ഒരു ഡാർക്ക് തീമാണ്. ഇതാണ് കണ്ണിന് ഏറ്റവും നല്ലത്, സ്ട്രെസ്സ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു പ്രോഗ്രാം, ഇപ്പോൾ അവിടെ ഓൾറെഡി ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഈ മോളിൽ കാണുന്ന നീല നിറത്തിലുള്ള റൺ എന്ന് പറയുന്നത് പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഈ ഒരു കമ്പൈലർ വർക്കിംഗ് ആണ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോഗ്രാം ചെയ്യാം. ഇനി രണ്ടാമതായിട്ടുള്ളൊരു ഓൺലൈൻ കമ്പൈലറാണ് www.onlinegdb.com എന്ന് പറയുന്നത്. ഈ ഒരു കമ്പൈലറിനകത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഡാർക്ക് തീം ഇഷ്ടമല്ലാത്തവർക്ക് ലൈറ്റ് തീമിലേക്ക് തിരികെ വരാം. പക്ഷേ എനിക്ക് ഡാർക്ക് തീമാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഡാർക്ക് തീം ഇട്ടു, ഡൺ ഇട്ടു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ പറ്റും. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ C++, അങ്ങനെ ഒരുപാട് പൈത്തൺ, HTML എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലാംഗ്വേജസ് ഇവിടെ കാണാനായിട്ട് പറ്റും. നമുക്ക് വേണ്ട സി ആണ്, അതുകൊണ്ട് സി സെലക്ട് ചെയ്തു. അപ്പോൾ സിയുടെ ആ ഒരു പ്രോഗ്രാം ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. അത് ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം കോഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വർക്കാവുന്നൊന്ന് നോക്കാം. അതിനായിട്ട് റണ്ണ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ആ ഒരു പ്രോഗ്രാം കമ്പൈലായി ഹലോ വേൾഡ് എന്ന് പറഞ്ഞ രീതി കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഈ ഒരു പ്രോഗ്രാം വർക്കിംഗ് ആണ്.
ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ എഴുതിയ പ്രോഗ്രാംസ് നിങ്ങളുടെ ഫയൽസിലേക്ക് സേവ് ചെയ്ത് വെക്കാം, ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വെബ്സൈറ്റാണ് റെപ്ലിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു റെപ്ലിറ്റ് എന്ന് പറയുന്നത് ഒട്ടനവധി നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ഒരു ഹബ്ബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ പ്രോഗ്രാമുകളെല്ലാം തന്നെ നമുക്കിവിടെ ചെയ്യാം. വളരെ സിമ്പിളാണ്. ഓൺലൈനിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു ഇതിന് നമുക്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് നിങ്ങൾ replit.com എന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിക്ക് ഒരു വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. സൈനപ്പ് മീൻസ് നിങ്ങളൊരു യൂസർ നെയിം എൻ്റർ ചെയ്യുക, നിങ്ങളുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുക, പിന്നെ ഒരു പാസ്വേഡും കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിക്കൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങാൻ പോകുന്നത്. അതായത് നിങ്ങളിവിടെ താഴേക്ക് വരുമ്പോൾ മൈ റെപ്പിൾസ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് വരും. മൈ റെപ്പിൾസ് എടുക്കുക. മൈ റെപ്പിൾസ് എടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് തുടക്കമല്ലേ, സോ അതായത് നിങ്ങൾ ഫസ്റ്റ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ test1 എന്ന് ഒരു പേര് കൊടുക്കുകയാണ്. test1 എന്ന് പേര് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് test1 എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ന്യൂ റെപ്പിൾ എന്ന് പറഞ്ഞ് കിടക്കുന്ന കാണാൻ പറ്റും. അതിൽ പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഏത് ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടത്, പ്രോഗ്രാം എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ C പ്രോഗ്രാമിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ C സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിനൊരു ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന ടൈറ്റിൽ ഹലോ വേൾഡ് ആണ്. ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്താനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ക്രിയേറ്റ് റെപ്പിൾ കൊടുക്കുക. റെപ്പിൾ കൊടുത്തു കഴിയുമ്പോൾ ഇതിൽ രീതിക്ക് ലോഡാവുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫയൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി നമ്മുടെ പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത്യാവശ്യം ഇൻ്റർനെറ്റ് സ്പീഡ് ഉള്ളവർക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇനി ഇവർ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടാണ് ഈ ഒരു കൺസോളിലാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എഴുതി കാണിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ പ്രത്യേകതകളെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട്. ഇതാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് കോഡെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാമിംഗ് കോഡാണ്. നമുക്ക് ജസ്റ്റ് ഇവിടെ റണ്ണെന്ന് കൊടുക്കുമ്പോൾ ആ ഒരു ഹലോ വേൾഡ് ഇവിടെ പ്രിൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേ രീതിക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റെപ്ലിറ്റ് ഒരു പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു വെബ്സൈറ്റ് ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ C പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. കേരള ട്രെൻഡ്സ് ഒട്ടനെ വരുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സും നിങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ വിവരങ്ങളും നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നവരെ എല്ലാവർക്കും ബൈ.